ഗുഡ് മോർണിംഗ് ഓൾ. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ത്രൂപുട്ട് ഓർ ത്രൂപുട്ട് വേരിയബിൾസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇനി ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനകത്ത് ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ഇക്വേഷൻസ് കൂടെ യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വേരിയബിൾസിൻ്റെ ബേസിലാണ്. സോ 3 വേരിയബിൾസ് അല്ലെങ്കിൽ 3 കോമ്പോണൻസ് ആണ് ഈ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത്. So there are 3 components or variables make up the formula. The 3 variables include manufacturing cycle efficiency ആണ്, then process productivity, process quality, yield. അപ്പോൾ ഈ 3 വേരിയബിൾസിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതായത് ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു പ്രോസസ് പ്രൊഡക്ടിവിറ്റി ഇൻറ്റു പ്രോസസ് ക്വാളിറ്റി yield. ഇനി ഇതിൽ ഓരോ വേരിയബിൾസും എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇതിൽ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിൽ നിന്നും കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ബെനിഫിറ്റ് എത്രയാണോ ആ ബെനിഫിറ്റ് ആഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ് പ്രൊഡക്ടിവിറ്റിയാണ് ടോട്ടൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം. അടുത്തത് പ്രോസസ് ക്വാളിറ്റി yield ഈസ് ഈക്വൽ ടു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പം ഈ ഇക്വേഷൻസിനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു ആദ്യത്തതിൽ മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസിയാണ്, അത് ഏതിന് ഈക്വലാണ്, വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിന് ഈക്വലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പം ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു പ്രോസസ് പ്രൊഡക്ടിവിറ്റി ഇൻറ്റു പ്രോസസ് ക്വാളിറ്റി yield. അതിനെ നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാം. ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഇൻറ്റു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് അംശത്തിലും ഛേദത്തിലുള്ളതിന് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. അങ്ങനെ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈമും താഴെയുള്ള വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈമും ക്യാൻസൽ ചെയ്യുക. ദെൻ ടോട്ടൽ യൂണിറ്റ് മുകളിലും ടോട്ടൽ യൂണിറ്റ് താഴെയും കാണുന്നുണ്ട്, അതും അംശത്തിൽ ഛേദത്തിലുള്ളതിനെ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമുക്ക് ത്രൂപുട്ടിനെ എന്ത് പറയാം, ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ത്രൂപുട്ട്. Total processing time 80,000 hours, total value added processing time 20,000 hours, then total quantity of product manufactured 1 lakh tons, then total quantity of goods production manufactured and sold 88,000 tons. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഇൻറ്റു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് അത് എഴുതിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ അതിൽ ഗുഡ് യൂണിറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, അതിന് ടോട്ടൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ക്വസ്റ്റ്യനിൽ നോക്കുക, വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം നമുക്ക് തന്നിട്ടുള്ളത് 20,000 hours ആണ്. ഓക്കെ, ആ 20,000 എഴുതി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈമും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം ഫസ്റ്റ് ലൈറ്റാണ്, ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം 80,000 hours. ഓക്കെ, അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു ടോട്ടൽ യൂണിറ്റ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചേർഡ് 1 lakh ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് ടൈം ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് 20,000, അത് താഴെയുള്ളത് ഇൻറ്റു ഗുഡ് യൂണിറ്റ്. ഗുഡ് യൂണിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗുഡ് പ്രൊഡക്ഷൻ മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ് 88,000 ആണ്, 88,000 തന്നെ. അപ്പോൾ 88,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് 1 lakh ചെയ്ത് കഴിഞ്ഞാൽ 1.1 വരും. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്, 1.1. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് ആണ്. ത്രൂപുട്ട് അക്കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ 3 വേരിയബിൾസും എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഗുഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ത്രൂപുട്ട് അക്കൗണ്ടിങ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ. ഇനി ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ എങ്ങനെയാണ് നമുക്ക് ഈ ത്രൂപുട്ടിൽ വരുന്ന കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ അപ്രോച്ച് പ്രകാരമുള്ള പ്രോഫിറ്റും കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം സെയിൽസ് നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി അതിൽ നിന്ന് ഡയറക്റ്റ് ലേബർ, അതർ മാനുഫാക്ചറിങ്
എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. മീൻസ് കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ നമ്മൾ സെയിൽസ് മൈനസ് എല്ലാം വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ മെറ്റീരിയലും ലേബറും ഓവർ ഹെഡ്സും വരും. സെയിൽസിൽ നിന്ന് ഡയറക്റ്റ് ലേബർ മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ത്രൂപുട്ട് കോൺട്രിബ്യൂഷനാണ്. ദെൻ നോർമൽ മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സെയിൽസ് വാല്യൂവിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും എക്സ്പെൻസുകളും ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റാണ് കിട്ടുക. അതേസമയം നമ്മൾ ത്രൂപുട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് ആദ്യം ട്രൂലി വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ലെസ് ചെയ്യുക, കിട്ടുന്നത് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതിൽ നിന്ന് ബാക്കി എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഫിക്സഡ് ആയിട്ട് പരിഗണിച്ചിട്ട് ലെസ് ചെയ്യുക, ലാസ്റ്റ് വരുന്നതായിരിക്കും പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെയിം ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം സെയിൽസ് എടുക്കുക, അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ. അതിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ ഫോർ ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ എത്രയാണോ വിറ്റിട്ടുള്ളത് അത് മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ബാക്കി എല്ലാ എക്സ്പെൻസുകളും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ എങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. The following performance statistics are extracted from the records of a company which has just completed first year of its operations. Planned output 1 lakh unit, actual output 1 lakh unit. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും എത്ര തന്നെയാണ്? 1 lakh ആണ് വരുന്നത്. ഇനി സെയിൽസ് 90,000 യൂണിറ്റ്സ് ആണ്, 80 രൂപയാണ് യൂണിറ്റിന് വരുന്നത്. അപ്പോൾ ഇവിടെ 1 lakh നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എത്രയേ വിൽക്കുന്നുള്ളൂ? 90 വിൽക്കുന്നുള്ളൂ. അപ്പോൾ 1 lakh മൈനസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 10,000 എന്തായിരിക്കും? അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 15, ഡയറക്റ്റ് ലേബർ 4 lakhs, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എക്സ്പെൻസ് 6 lakh, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എക്സ്പെൻസസ് 20 lakhs, ദെൻ വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ്സ് ₹10 per unit, ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ്സ് 10 lakhs. പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്തും ത്രൂപുട്ട് കോസ്റ്റിങ്ങിനകത്തും സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് 1 lakh ആണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും 1 lakh ആണ്. പക്ഷേ സെയിൽസ് കണ്ടക്ട് ചെയ്തത് എത്രയ്ക്കേ വരുന്നുള്ളൂ? 90,000 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ യൂണിറ്റ് സോൾഡ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ദെൻ ആഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റിൽ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh ആണ് നമ്മളെ യൂണിറ്റ് വരുന്നത്. പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത് 1 lakh യൂണിറ്റ് ആണ്. 1 lakh ഇൻറ്റു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 15 ആണ്. അപ്പോൾ 1 lakh ഇൻറ്റു 15 lakhs വരും. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 4 lakhs കോസ്റ്റിൽ തന്നിട്ടുണ്ട്. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് 6 lakhs ആണ്. ദെൻ ഫിക്സഡ് ഓവർ ഹെഡ്സ് മാനുഫാക്ചറിങ്ങിന് വന്നിരിക്കുന്നത് 20 lakhs ആണ്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റിൽ ഇത്രയും ഐറ്റംസ് ആണ് വരിക, മാനുഫാക്ചർ ചെയ്യാൻ വരുന്നത്. ഓക്കെ, അപ്പം 45 lakhs ആണ് അതിൻ്റെ ടോട്ടൽ വരിക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 45 ലക്ഷം എന്ന് പറയുന്നത് 1 lakh യൂണിറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 lakh യൂണിറ്റിനാണ് 45 lakhs വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് 10,000 യൂണിറ്റിൻ്റെത് നമ്മൾ കാണണം. ഈ 10,000 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടുന്നത്? 1 lakh ആയിരുന്നു നമ്മൾ പ്രൊഡക്ഷൻ, ദെൻ 90,000 നമ്മൾ സെല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 10,000 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിലിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 45 lakhs ഡിവൈഡഡ് ബൈ 1 lakh ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് വരുന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് വരും. അതേ ഇൻറ്റു 10,000 ചെയ്ത് കഴിഞ്ഞാൽ 10,000 യൂണിറ്റ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 10,000 ചെയ്ത് കഴിഞ്ഞാൽ 4,50,000 വരും. ഇനി മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പോർഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 40,50,000. ഇനി എത്രയാണ് നമ്മുടെ സെയിൽസ് വാല്യൂ എന്നുള്ളത് നോക്കാം. സെയിൽസ് 90,000 യൂണിറ്റ് ആണ്, ഒരു യൂണിറ്റിന് 80 രൂപയാണ്. അപ്പോൾ 90,000 ഇൻറ്റു 80 ചെയ്ത് കഴിഞ്ഞാൽ 72 lakhs കിട്ടും. ഇനി പ്രോഫിറ്റ് കാണാം. എങ്ങനെയാണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ആണ്. സെയിൽസ് 72 ലക്ഷമാണ്, കോസ്റ്റ് 40,50,000 ആണ്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് 31,50,000. സെയിൽസ് മൈനസ് മാനുഫാക്ചറിങ് കോസ്റ്റ്. സെയിൽസ് 72 ലക്ഷമാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് 40,50,000 ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 31,50,000 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത്
സെല്ല് ചെയ്യുന്നത് 90,000 യൂണിറ്റ്സേ ഉള്ളൂ. പ്രൊഡക്ഷൻ 1 lakh ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ യൂണിറ്റ് 1 lakh എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ സെല്ല് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ? 90,000 ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിങ്ങിൽ നമ്മൾ 90,000 യൂണിറ്റ്സിനെയാണ് പരിഗണിക്കാൻ പാടുള്ളൂ. 90,000 യൂണിറ്റ്സ് ഇൻറ്റു 10 per യൂണിറ്റ്. വേരിയബിൾ പോർഷൻ വരുന്നത് 9 lakhs ആണ്. ഇനി ഫിക്സഡ് കോസ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10 lakhs ആണ് വരുന്നത്. അപ്പോൾ 9 lakh + 10 lakhs 19 lakhs വരും. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ ഫിക്സഡ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ 12,50,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നോക്കാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഫോർമാറ്റ് പ്രകാരമാണ്. ഫോർമാറ്റ് പഠിച്ച് വെക്കണം. ഫോർമാറ്റ് എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ, ഡയറക്റ്റ് മെറ്റീരിയൽ ലെസ് ചെയ്യുക, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും, അതിൽ നിന്ന് അതർ എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക, ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? സെയിൽസിൽ വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ സെയിൽസ് എടുത്തു. സെയിൽസ് വരുന്നത് എത്രയാണ്? സെയിൽസ് വരുന്നത് 90,000 × 80. 90,000 × 80 എത്രയാണ് വരുന്നത്? 72 lakhs ആണ് വരുന്നത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 1 lakh യൂണിറ്റിന് 15 വെച്ചിട്ട് 15 lakhs ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് അദർ എക്സ്പെൻസുകളാണ്. ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് 10. ഇവിടെ എടുക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. അതാണ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന ഒരു ഡിഫറൻസ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം, അതിന് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ 15 ആണ്. 10,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ 10,000 × 15 1,50,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ വരിക. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക് 15. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 13,50,000 വരും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കാണണം. അപ്പോൾ നോക്കുക, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ സെയിൽസ് 72 lakhs ആണ്. അതിൽ നിന്ന് 13,50,000 നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 58,50,000 ആണ് അതിൻ്റെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ഈ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ബാക്കി ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫിക്സഡ്, വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ, ഓവർ ഹെഡ്സ് എല്ലാം കൂടെ ലെസ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ്സ് 10 lakhs കൂടെ ഉണ്ടാവും. അപ്പോൾ ആ 10 lakhs കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 49 ലക്ഷമാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 58,50,000 ആണ്. ഓക്കെ, ഈ 58,50,000 നിന്നും 49 ലക്ഷം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9,50,000 വരും. ഈ 9,50,000 ആണ് ഈ ത്രൂപുട്ട് കോസ്റ്റിംഗ് പ്രകാരമുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം രണ്ട് മെത്തേഡിലും വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും ഈ ക്വസ്റ്റ്യനകത്ത് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളിൽ 1 lakh യൂണിറ്റും സെല്ലിങ്സുമായിട്ട് വരുന്ന സമയത്ത് അതിൽ എത്ര മാത്രം എടുക്കുന്നത്? 90,000 എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിലാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കോ നമ്മൾ വാല്യൂ ചെയ്യുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ബേസിലാണ്. അതേസമയം ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പാറ്റേണിൽ ചെയ്യുമ്പം അവിടെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ത്രൂപുട്ട് കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ത്രൂപുട്ടിനകത്ത് ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ ആർ ട്രീറ്റഡ് ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ട്രൂലി വേരിയബിൾ എക്സ്പെൻസ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ്സ്, ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ്സ് ഒക്കെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ത്രൂപുട്ട് ആണെങ്കിൽ ഓൾ കോസ്റ്റ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ്, ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ്, സെല്ലിങ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പീരിയഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഓൺലി സെല്ലിംഗ്, general and administrative expenses are treated as period cost. Factory overhead whether fixed or variable are charged to production cost. ഇനി ത്രൂപുട്ടിൽ അൺസോൾഡ് കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ബേസിലാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ബേസിലാണ്. ഇതാണ് ആ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്ന ഡിഫറൻസ്. ദെൻ ലാസ്റ്റ്, വെൻ ക്വാണ്ടിറ്റി സോൾഡ് ലെസ് ദാൻ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ദി പ്രോഫിറ്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വേസ് ടു ഇംപ്രൂവ് ത്രൂപുട്ടാണ്. എങ്ങനെയാണ് നമുക്ക് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഈ തിയറി പോർഷൻ ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഫസ്റ്റ് വൺ, റിവ്യൂ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോനെ റിവ്യൂ ചെയ്യുമ്പോൾ ലേബർ, ഇക്വിപ്മെൻറ്റ്, പ്രോസസ്സ് മൂന്നിൻ്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ലേബർ സ്കിൽഫുൾ ലേബർ ആണോ, ഇക്വിപ്മെൻറ്റ് നോക്കുമ്പം ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇക്വിപ്മെൻറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്, ദെൻ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് പ്രോസസ്സാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുക. ദെൻ എലിമിനേറ്റ് ബോട്ടിൽ നെക്ക് ലിമിറ്റേഷൻസ് ആണ്, അതിനെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ദെൻ റെഡ്യൂസ് ഇക്വിപ്മെൻറ്റ് ഡൗൺ ടൈം, ദെൻ റെഡ്യൂസ് പാർട്സ് റിജക്ഷൻ റേറ്റ്, ദെൻ ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ്, യൂസ് ഫാക്ടറി ഓട്ടോമേഷൻ, ഇൻക്രീസ് മാനുഫാക്ചറിങ് സേഫ്റ്റി. ഇനി പ്രോബ്ലംസ് ആണ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്? പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഒന്ന്, എക്സസീവ് ബഡ്ജറ്റ് കട്ട്, ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ നോൺ ബോട്ടിൽ നെക്സ്, റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ്, കോൺഫ്ലിക്റ്റ്, റിക്വയർ അണ്ടർസ്റ്റാൻഡിങ്, ബിഗ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സ്, ദെൻ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ ത്രൂപുട്ട്, ഡിഫിക്കൽറ്റി ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ രണ്ട് തിയറി പാർട്ടും കൂടെ ഓർത്ത്